മങ്കട മണ്ഡലത്തിൽ തനിക്കെതിരെ ഒരു പ്രതിഷേധവുമില്ലെന്ന് UDF സ്ഥാനാർത്ഥി മഞ്ഞളാം കുഴിയാലി. കുന്നത്ത് മുഹമ്മദ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മാറി. മണ്ഡലത്തിൽ ഇതൊന്നും സ്വാധീനമുണ്ടാക്കില്ലെന്നും വിജയമുറപ്പാണെന്നും മഞ്ഞളാം കുഴിയാലി പറഞ്ഞു. മങ്കടയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ മഞ്ഞളാം കുഴിയാലിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അലീക്ക, പ്രചാരണം അതിൻ്റെ ഫസ്റ്റ് ഗിയറിലാണ് അല്ലേ? തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ 2 ദിവസം മുമ്പേയാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. ഗംഭീരമായിട്ടുണ്ട്. തുടക്കം വെരി ഗുഡ്. നല്ല രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. അവരെല്ലാം വളരെ വളരെ ഹാപ്പിയാണ്. ഈ ഗവൺമെൻറ് ഒന്ന് മാറിക്കിട്ടണം എന്നുള്ള വലിയ താല്പര്യത്തോടു കൂടിയാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത്. പ്രവർത്തകരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ മണ്ഡലം കൺവെൻഷനുണ്ട്. നാളെ 11 മണിക്ക് നോമിനേഷൻ സമർപ്പിക്കും. മങ്കടം മണ്ഡലം ഉള്ളംകൈയിലെ രേഖ പോലെയാണ് അങ്ങേക്ക്. എല്ലാം കൃത്യമായിട്ട് അറിയാം. പലതവണയായിട്ട് ഇടതിലും വലതിലും അങ്ങ് മത്സരിച്ച ഇടമാണ്. പക്ഷേ അന്നൊന്നുമില്ലാത്തൊരു പ്രതിഷേധം ഒരു ഭാഗത്തുണ്ടാവുന്നത് എങ്ങനെ കാണുന്നു? അങ്ങനെ ഒരു പ്രതിഷേധം ഞാൻ കാണുന്നില്ല, എവിടെയും കാണുന്നില്ല അങ്ങനത്തെ ഒരു പ്രതിഷേധം. ഞാനുണ്ടായതിൽ വളരെ സന്തോഷമാണ് പല ആൾക്കാരും ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അടുത്തൊരു മങ്കടയിലുള്ള ഒരു വലിയ പഴയ ഒരു കുടുംബത്തിൽ പോയി, വെള്ളയാടി കുടുംബം. പഴയ കാലത്തുള്ള ആൾക്കാരാണ്. കുറേയധികം ആൾക്കാർ, പിന്നെ പ്രായമായ ആൾക്കാർ, പല വലിയ വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. പല വലിയ വലിയ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. അവരൊക്കെ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ വീണ്ടും വന്നിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ തന്നെ അങ്ങനെ ആണെങ്കിലാണെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് തന്നെ അനുഗ്രഹിച്ചിട്ട് അവരൊക്കെ വിട്ടത്. എൻ്റെ സ്വാതന്ത്ര്യത്തൊന്നും കാര്യമാക്കുന്നില്ല. അതിപ്പോൾ ഏതായാലും ഒരു എതിരാളി ഇല്ലാതിരിക്കില്ല. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇടതുപക്ഷം അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നൊക്കെയാണ് കേൾക്കുന്നത്. എങ്ങനെ കാണുന്നു അങ്ങനെ ഒരു സാധ്യത? അല്ല, അതിപ്പോൾ ഓൾറെഡി വന്നല്ലോ. LDF സ്ഥാനാർത്ഥിയാണ് കുന്നത്ത് മുഹമ്മദ് എന്നുള്ളത്. അതിൻ്റെ പത്രങ്ങളിലും മറ്റുള്ള TV-യിലും മീഡിയയിലൊക്കെ വരാൻ തുടങ്ങി. അതൊരു നല്ല പഴയ ഒരു സഖാവാണ്. യാതൊരു കുഴപ്പമില്ലാത്ത ഒരു പാവം സഖാവ്. എനിക്കൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാൾ അല്ലേ? നല്ല മനുഷ്യൻ. ഇവിടെ കഴിഞ്ഞ തവണ പൂർത്തീകരിക്കാൻ കഴിയാത്ത പല പദ്ധതികളുണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് ഇത്തവണ അതിൻ്റെ ഒരു സാഹചര്യം? ഞങ്ങൾ ഇവിടെ ഗവൺമെൻറ് പ്രാവശ്യം UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. ഞങ്ങൾ വന്ന ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ അങ്ങാടിപ്പുറത്തുള്ള ബൈപ്പാസാണ്. അത് 10 കൊല്ലം ഇവർ പല കാര്യങ്ങളും പറഞ്ഞിങ്ങനെ നീട്ടിപ്പോയി. ഞങ്ങളിത് ആദ്യം ഈ ROB വേണം, അതിനുശേഷം ബൈപ്പാസ് ആരംഭിക്കണം എന്നുള്ള രീതിയിലാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ ആരംഭിച്ചത്. അന്ന് പാലം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ആ സ്ഥലം നമുക്ക് ഏറ്റെടുത്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സർക്കാർ മാറിയത്. പിന്നെ 10 വർഷം ഈ ഗവൺമെൻറ് ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് നീട്ടിയായിരുന്നു. അതിന് ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നു. അദ്ദേഹം കളക്ടറേറ്റിൽ മീറ്റിംഗ് വിളിച്ച് ഇപ്പോൾ ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഒന്നും നടന്നില്ല. പിന്നെ അതിനുശേഷം പാലോളി മുഹമ്മദ് കുട്ടിയെ പോയിട്ട് അവിടെ മന്ത്രിയെ കണ്ടു. ഒന്നും നടന്നില്ല. അതുപോലെ തന്നെ ശശികുമാർ, മറ്റുള്ള എല്ലാ ആൾക്കാരും, പല ആൾക്കാരും മന്ത്രിമാരെ പോയി കണ്ടു. ഇപ്പോഴത്തെ PWD മിനിസ്റ്ററെ കണ്ട് ഇപ്പം തുടങ്ങുമെന്ന് പറഞ്ഞു. ഒന്നും തുടങ്ങിയില്ല. അത് കൽപ്പിച്ചു കൂട്ടി അവരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകണം. പ്രതിപക്ഷ മണ്ഡലങ്ങളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ഗവൺമെൻറ് വരികയാണെങ്കിൽ ഒരു സംശയവുമില്ല, വരും തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വാസം. ഞങ്ങൾ ആദ്യമായിട്ട് ആരംഭിക്കുന്ന വർക്ക് അതായിരിക്കും. മാനന്തമംഗലം ബൈപ്പാസ്. പെരിന്തൽമണ്ണയെ ഇത് ഒഴിവാക്കാനുള്ളൊരു ബൈപ്പാസ് അത്യാവശ്യമാണ്. പെരിന്തൽമണ്ണ ടൗൺ പല സ്ഥലങ്ങളിലും വീർപ്പുമുട്ടാണ്. ഇവിടെ അങ്ങാടിപ്പുറം തൊട്ട് ഉണ്ട്. അതിനിപ്പം ഈ റോഡ് സർക്കാരിന് വിട്ടുതരാമെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റേതായ പ്രശ്നമുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും, ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും വല്ലാത്ത രീതിയിൽ ട്രാഫിക് വരുന്നുണ്ട്. ഒരു സംശയമില്ലാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇടതുപക്ഷം വലതുപക്ഷ MLA-മാരുടെ ഒരു അവഗണന കാണിക്കുന്നു എന്നതിന് കൃത്യം പറയാം. അല്ല, അവർ സംശയമില്ലല്ലോ. നമ്മുടെ സാധാരണഗതിയിൽ അവരുടെ MLA-മാർക്ക് കൊടുക്കുന്ന ആ സൗകര്യങ്ങളൊന്നും ഇവിടെ തരുന്നില്ല. പിന്നെ ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന കൂടുതലും കേന്ദ്ര ഫണ്ടുകളാണ്. കുടിവെള്ള പദ്ധതി, അതേപോലെ റോഡിനുള്ള പദ്ധതി, പാലത്തിനുള്ള പദ്ധതി, അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകളാണ്. ഇവർ തരുന്നത് കുറേശ്ശെ അങ്ങനെ തരും. 5 കോടി 10 കോടി അങ്ങനെയൊക്കെ ചെറിയ വർക്കുകളാണ് സാധാരണഗതിയിൽ തരിക. ഇനി മത്സരത്തേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാളൊരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് എന്താണ് പ്രതീക്ഷകൾ? അല്ല, അത് ജനങ്ങൾ പറയുന്നത് വളരെ വലിയ സംഖ്യയാണ്. എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോകുന്നത്. അത്രയും വലിയ ഇതാണ്. പക്ഷേ അവർ ഉറപ്പാണ്. നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജനങ്ങളുമായിട്ട് എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തിയിട്ടുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളിലൊക്കെ ഞങ്ങൾ വളരെ സജീവമായിട്ടുണ്ടായിട്ടുണ്ട്. പ്രവർത്തകരൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കണ്ടില്ലേ? 7 പഞ്ചായത്ത് ഞങ്ങൾ തൂത്തുവാരി ക്ലീൻ സ്വീപ്പാണ്. അത് മാത്രമല്ല, ആകെ 147 സീറ്റുള്ളതില്ലേ 120-ലധികം വരുന്ന സീറ്റ്, 125ഓളം സീറ്റ് UDF-നാണ്. ജില്ലാ പഞ്ചായത്ത് അറിയാലോ, ഒരൊറ്റ പ്രതിപക്ഷം ഇല്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ ഇവിടെ ആകെ ഉള്ള ഒരാളാണ് പ്രതിപക്ഷം. അപ്പോൾ അത്രയ്ക്ക് അതൊരു ക്ലീൻ സ്വീപ്പാണ്. 30-35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഉയർന്ന കേട്ട ശബ്ദങ്ങളൊന്നും വലിയ തോതിൽ തന്നെ സ്വാധീനം ചെലുത്തുന്നതല്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്.
ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മഞ്ഞളാംകുഴിയിലെ പ്രചരണം പുരോഗമിക്കുന്നത്. പ്രതിഷേധങ്ങൾ കാര്യമാക്കുന്നില്ല, ജനങ്ങൾ കൂടെയുണ്ട് എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.